Hello everyone, welcome to Chipod. It's me and Nafi. എല്ലാവർക്കും മക്കളെ Chipodലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് എത്താണ് അല്ലേ? അപ്പോൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, സോഷ്യൽ സയൻസിലേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം 8ാം ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണേ. 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ മാറ്റം നിങ്ങൾ ഗ്രേഡിൽ നിന്ന് എന്തിലേക്ക് മാറാണ്, മാർക്കിലേക്ക് മാറാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് എത്ര മാർക്കിൻ്റെ സബ്ജക്റ്റായി മാറാണ്? 40 മാർക്കിൻ്റെ സബ്ജക്റ്റായി മാറാണ്. അപ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്താ? ഗ്രേഡിൽ നിന്ന് മാർക്കിലേക്ക് മാറുന്നു. സോഷ്യൽ സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളും എന്താണ്? ഗ്രേഡിൽ നിന്ന് മാർക്കിലേക്ക് മാറുന്നു. 40 മാർക്കായിട്ട് മാറാണ്. ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സോ 13 ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിന് 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്ററുടെ ചാപ്റ്റേഴ്സ് എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ 13 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിക്ക് പഠിക്കാനുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു 15-16ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആൻസർ ചെയ്യാണ്ടാവും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 15, 16, 17 ചോദ്യങ്ങളോളം നിങ്ങൾക്ക് എന്തുണ്ടാവും? ഉത്തരം എഴുതാനുണ്ടാവും. അപ്പോൾ ആക്ടിവിറ്റി ലെവൽ മാറി നിങ്ങൾ എന്തിലേക്ക് മാറുന്നു? ക്വസ്റ്റ്യൻസിലേക്ക് മാറുന്നു. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലൊക്കെ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി 15, 16, 17 ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ മാറുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, നിങ്ങൾ 30% മിനിമം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? റിട്ടൺ എക്സാമിൽ എഴുതിയെടുക്കണം. അതായത് 40 മാർക്കിൻ്റെ സോഷ്യൽ സയൻസിൽ 12 മാർക്ക് റിട്ടൺ എക്സാം അഥവാ എഴുത്തു പരീക്ഷയിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുള്ളൂ കേട്ടോ. 40 മാർക്കിൻ്റെ സോഷ്യൽ സയൻസിൽ 12 മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? പാസ്സാവാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പാസ്സാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 12 മാർക്ക് 40 മാർക്കിൻ്റെ സോഷ്യൽ സയൻസിൽ റിട്ടൺ എക്സാമിൽ കൂട്ടാതെ എക്സാം ഹാളിൽ പോയി എഴുതുന്ന പരീക്ഷയിൽ 40ൽ 12 മാർക്ക് നേടിയെടുത്താലേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പാസ്സാവണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ പ്രശ്നം 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. 13 ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഓരോ ചാപ്റ്ററും വലിയ ചാപ്റ്റർ ആണല്ലോ, ഒരുപാട് പഠിക്കാനുണ്ട്, പഠിച്ചിട്ടും തീരുന്നില്ല എന്നാണ് നിങ്ങൾ ആദ്യം പറയാൻ പോകുന്ന പ്രശ്നം. പിന്നെ പറയും, സാറേ പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പോകുന്നതാണ് 2ാമത്തെ പ്രശ്നം. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. സോഷ്യൽ സയൻസിന് പ്രത്യേകം എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സോഷ്യൽ സയൻസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നന്നായി പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് വേണം പഠിക്കാൻ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ത് റെഫർ ചെയ്യാം? PYQs റെഫർ ചെയ്യാം അല്ലേ? ഓരോ ചാപ്റ്ററിൻ്റെ അവസാനം എന്തുണ്ട്? PYQs ഉണ്ട്. എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് മനസ്സിലാവാനായിട്ട് PYQ അഥവാ കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിൽ ഓരോ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാവും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാവാൻ നിങ്ങൾക്ക് PYQ റെഫർ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഒരു ദിവസം പഠിച്ച് പിന്നെ അടുത്ത ആഴ്ചയിൽ പഠിക്കേണ്ടത്, ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് തയ്യാറാണ്. ശനി ഞായർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടോ. ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞ മറ്റൊരു പ്രശ്നമാണ്, സാറേ ഞാൻ പഠിക്കുന്നുണ്ട്, പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പഠിച്ചത് ഓർമ്മ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റിവൈസ് ചെയ്യുക. പഠിച്ചത് ഓർമ്മ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? റിവൈസ് ചെയ്യാന്നുള്ള. പഠിച്ച കാര്യം, അപ്പോൾ നിങ്ങൾ മൺഡേ പഠിച്ച കാര്യങ്ങൾ പിന്നെ അത് എക്സാമിന് തലേന്നല്ല വീണ്ടും വായിച്ചു നോക്കേണ്ടത്. എല്ലാ മൺഡേയും പഠിക്കുന്ന കാര്യങ്ങൾ 4 ദിവസം കഴിഞ്ഞാൽ, അല്ലെ ഏത് ദിവസം പഠിക്കുന്ന കാര്യമാണെങ്കിലും ഒരു 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് നോക്കണം. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ പ്രോപ്പർ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ യു ഹാവ് ടു റിവൈസ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അത് മാത്രമല്ല, PYQs റെഫർ ചെയ്തിട്ട് സോഷ്യൽ സയൻസ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കതിൻ്റെ ക്ലാസ്സുകൾ വേണം, എനിക്കതിൻ്റെ PYQs വേണം, എനിക്കതിൻ്റെ നോട്ടുകൾ വേണം, ഞാൻ എന്താ ചെയ്യുക? അതിനാണ് എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ച് കേട്ടോ. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റെക്കോർഡർ ക്ലാസ്, ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ
ചെയ്യാനായിട്ട് നമ്മുടെ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിലാണ്. നിങ്ങൾ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റാകും. നിങ്ങൾ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. നിങ്ങൾ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള കേട്ടോ. എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, PYQs ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മനസ്സിലാക്കാനായിട്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ലേ. പല കുട്ടികളും 8ാം ക്ലാസ് പറഞ്ഞ പ്രശ്നമാണത്, സാറേ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതിനുള്ള കാരണം എന്താ? ടെക്സ്റ്റ് ബുക്ക് ശരിക്കും വായിക്കാനായിട്ടും ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ തരും, എല്ലാം നമ്മൾ സെറ്റാക്കി തരും. അങ്ങനെ ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എജ്യൂപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ ഞാൻ ഉറപ്പ് തരുന്നു, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കട്ടെ. ഒന്നുകിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നമ്മുടെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ കൂടി ഓക്കെ ആവും. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. 8ാം ക്ലാസ്സിൽ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക, ഉഷാറായി പഠിച്ചാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.